ഹലോ ഫ്രണ്ട്സ്, അനുദിന ജീവിതത്തിലെ കൂടുതൽ നുറുങ്ങ് സംഭാഷണങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ നല്ല തണുപ്പാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ. ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ. ഡിസംബറിൽ ഇവിടെ നല്ല തണുപ്പാണ്. അങ്ങനെ പറയണമെങ്കിലോ, ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ ഇൻ ഡിസംബർ. ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ ഇൻ ഡിസംബർ. മക്കളെല്ലാവരും വിദേശത്താണ്. അതെങ്ങനെ പറയും? ഓൾ ചിൽഡ്രൻ ആർ എബ്രോഡ് എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ നാട്ടിൽ പിന്നെ പിള്ളേരില്ലെന്ന് വരും അല്ലേ? ചിൽഡ്രൻ എന്ന വാക്കിന് പൊതുവെ കുട്ടികൾ എന്നാണ് അർത്ഥം. മക്കൾ എന്ന് പറയണമെങ്കിൽ മൈ ചിൽഡ്രൻ എന്ന് എടുത്തു പറയണം. ഓൾ മൈ ചിൽഡ്രൻ ആർ എബ്രോഡ്. ഓൾ മൈ ചിൽഡ്രൻ ആർ എബ്രോഡ്. ഈ കഷ്ടപ്പാട് എന്ന് തീരും? കഷ്ടപ്പാട് സഫറിങ് അല്ലേ? വെൻ വിൽ ദിസ് സഫറിങ് എൻഡ്? എൻഡ് തീരുക, അവസാനിക്കുക. വെൻ വിൽ ദിസ് സഫറിങ് എൻഡ്? ഞാൻ കാരണം ആരും കഷ്ടപ്പെടരുത്. അങ്ങനെയാണെങ്കിലോ, നോ വൺ ഷുഡ് സഫർ ബിക്കോസ് ഓഫ് മീ. നോ വൺ എന്ന് പറഞ്ഞാൽ ആരും എന്ന അർത്ഥമാണ്. അപ്പോൾ അത് തന്നെ നെഗറ്റീവാണ്. അപ്പോൾ പിന്നെ ഷുഡ് നോട്ട് എന്ന് പറയരുത്. നോ വൺ ഷുഡ് നോട്ട് എന്ന് പറയരുത് ഒരിക്കലും. നോ വൺ ഷുഡ് സഫർ ബിക്കോസ് ഓഫ് മീ. ബിക്കോസ് ഓഫ് നിമിത്തം, കാരണം എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഊട്ടിയിലാണ്. ഞാൻ ജനിച്ചതും വളർന്നതും. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. പ്രാസോപിച്ച് പറയാനാണെങ്കിൽ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഊട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഊട്ടി എന്നും പറയാം. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഊട്ടി. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. റേസ്ഡ് അപ്പ് എന്ന് പറഞ്ഞേക്കരുത്. ബ്രോട്ട് അപ്പ് എന്ന് പറയുന്ന പോലെ ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് അപ്പ് ഇൻ ഊട്ടി എന്ന് പറയരുത്. റേസ് അപ്പ് എന്നതിൻ്റെ അർത്ഥം ഉയർത്തെഴുന്നേൽക്കുക എന്നതാണ്. റെസറക്റ്റ് എന്ന അർത്ഥമാണ് അങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ട് ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഊട്ടി എന്ന് പറയുക. അല്ലെങ്കിൽ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഊട്ടി. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. അതെങ്ങനെ പറയും? ദർ ഈസ് എ ലിമിറ്റ് ടു പേഷ്യൻസ്. ലിമിറ്റ്, അതിര്, പരിധി എന്നൊക്കെയാണ്. പേഷ്യൻസ്, ക്ഷമ. എന്നാൽ പേഷ്യൻസിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇങ്ങനെ ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം രോഗികൾക്ക് ഒരു പരിധിയുമില്ല ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്പെല്ലിംഗ് വളരെയധികം ശ്രദ്ധിക്കണം. ദർ ഈസ് എ ലിമിറ്റ് ടു പേഷ്യൻസ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്. വി ആർ കറൻ്റ്ലി ലിവിങ് ഇൻ കൊച്ചി. കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഈ സമയത്ത് എന്നൊക്കെയാണ്. വി ആർ കറൻ്റ്ലി ലിവിങ് ഇൻ കൊച്ചി. അല്ലെങ്കിൽ വി കറൻ്റ്ലി ലിവ് ഇൻ കൊച്ചി, അങ്ങനെയും പറയാം ഷോർട്ടായിട്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. വി കറൻ്റ്ലി ലിവ് ഇൻ കൊച്ചി. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ടല്ലേ. ഹൗ ആർ തിങ്സ് ഗോയിങ്? ഹൗ ആർ തിങ്സ് ഗോയിങ്? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അതെങ്ങനെ പറയും? ഐ ജസ്റ്റ് കെയിം. ഐ ജസ്റ്റ് കെയിം. അല്ലെങ്കിൽ ഐ ജസ്റ്റ് ഗോട്ട് ഹിയർ. ഐ ജസ്റ്റ് ഗോട്ട് ഹിയർ. എന്തുകൊണ്ടാണ് ഗോട്ട് പറയുമ്പോൾ നമ്മൾ ഹിയർ എന്ന് ആഡ് ചെയ്യുന്നത്? കാരണം ഗോട്ട് അല്ലെങ്കിൽ ഗെറ്റ് എന്ന ക്രിയയ്ക്ക് വേറെയും അർത്ഥമുണ്ട്. കിട്ടുക, ലഭിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇവിടെ വരിക എന്ന അർത്ഥത്തിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഹിയർ എന്നുകൂടി ചേർക്കണം, എങ്കിലേ അർത്ഥം കംപ്ലീറ്റ് ആകുള്ളൂ. എന്നാൽ കെയിം എന്ന് പറയുമ്പോൾ അത് അണ്ടർസ്റ്റുഡാണ്. ഇവിടെ എന്നുള്ളത് അതിൽ തന്നെ അന്തർലീനമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഹിയർ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഐ ജസ്റ്റ് കെയിം എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ജസ്റ്റ് ഗോട്ട് ഹിയർ. വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ഹൗസ്? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞാൽ ഏത് വീട്ടിലേക്ക് എന്നുള്ള ചോദ്യം വരും. നമ്മൾ ചോദിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് എന്നുള്ള ഉദ്ദേശത്തിലാണല്ലേ. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിൽ എടുത്ത് പറയണം. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു യുവർ ഹൗസ് എന്ന് നമ്മൾ പറയണം. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു യുവർ ഹൗസ്. ഇനി എപ്പോൾ കാണും? വെൻ വിൽ വി മീറ്റ് അഗെയിൻ? വെൻ വിൽ വി മീറ്റ് അഗെയിൻ? മീറ്റിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. MEET ആണ്. MEAT മീറ്റ് ആണെങ്കിലോ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ അർത്ഥം മാംസം, ഇറച്ചി എന്നൊക്കെയാണ്. ഓക്കെ, ഇനി എന്ന് കാണും എന്നാണെങ്കിലോ അപ്പോഴും വെൻ വിൽ വി മീറ്റ് അഗെയിൻ എന്ന് ചോദിക്കാം. എന്നാൽ ഇത് തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ എന്നാണ് കാണുന്നതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് വാട്ട് ഡേ വിൽ വി മീറ്റ് അഗെയിൻ എന്ന് ചോദിക്കാം. വാട്ട് ഡേ വിൽ വി മീറ്റ് അഗെയിൻ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സുകളിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ 8123225414 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞാൻ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.